എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും മിസ് ചാൻഡീസ് ഫുഡ് നോട്ട്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വളരെ സ്നേഹപൂർവ്വം സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റെസിപ്പിയിൽ ഒരു നാടൻ പലഹാരമായിട്ടുള്ള ഒണിയൻ ഊത്തപ്പവും അതിനോടുകൂടെ ചേരുന്ന നല്ലൊരു കാന്താരി ചമ്മന്തി. അപ്പോൾ ഇത് രണ്ടുമാണ് ഇന്ന് ഞാൻ ചെയ്ത് കാണിക്കാൻ പോകുന്നത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അപ്പോൾ വരുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്തതിന് ശേഷം ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാനും മറക്കരുത്. എങ്കിലേ ഞാനിടുന്ന എല്ലാ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. ദോശമാവ് ഒരു ശകലം തിക്കായിട്ടിരിക്കുന്നതാണ് നല്ലത്. നന്നായിട്ട് പൊങ്ങിയ മാവുമായിരിക്കണം. അപ്പോൾ ആദ്യം നമുക്ക് ചമ്മന്തി അരച്ച് വയ്ക്കാം. അപ്പോൾ ദോശ ഉണ്ടാക്കുമ്പോൾ ചൂടോടുകൂടെ ദോശ അങ്ങ് കഴിക്കാമല്ലോ. അപ്പോൾ തേങ്ങ വേണം. തേങ്ങ ഇട്ടു. അതിലേക്ക് നല്ല പച്ച കാന്താരി, അല്പം കറിവേപ്പില, കൊച്ചുള്ളി, പിന്നെ ഉപ്പ് ആദ്യമേ ഒരുപാട് ഇടരുത്. കുറവാണെങ്കിൽ നമുക്ക് പിന്നീടിടാം. ഒരു അല്പം വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പം നല്ല എരിയും ഉപ്പും ഒക്കെയുള്ള കാന്താരി ചമ്മന്തി റെഡിയാണ്. അപ്പോൾ ഇതിന് നമ്മളിത് പച്ചയായിട്ട് തന്നെ ഉപയോഗിക്കുന്നതാണ് ഈ റെസിപ്പിക്ക് നല്ലത്. ഇതിനകത്ത് നമുക്ക് അല്പം കടുക് വറുത്ത് ചേർത്താൽ മതി, നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ. ഇത് നമുക്ക് സെർവിങ് പ്ലേറ്റിനകത്തോട്ട് ഇട്ടതിന് ശേഷം നമുക്ക് കടുക് വറുക്കണമെങ്കിൽ ഒരല്പം കടുക് വറുത്തതിന് ചേർത്താൽ മതി. പക്ഷേ അത് നിർബന്ധമില്ല. നല്ല ഉഗ്രൻ ഗൗരവമുള്ള കാന്താരി ചമ്മന്തിയാണ്. അപ്പോൾ ചമ്മന്തി റെഡിയായി. കടുക് വറുക്കണം എന്നുണ്ടെങ്കിൽ ഇത് ഓപ്ഷനിലാണ്. ചട്ടി ചൂടാകുമ്പോൾ നമുക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിക്കാം. അതിലേക്ക് കടുകിടാം. കടുക് പൊട്ടാൻ തുടങ്ങുന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് അരിഞ്ഞ് ചുമന്നുള്ളി ഇടാം. 2 കറിവേപ്പില ഇട്ടു. അപ്പം ഉള്ളി അങ്ങ് ഒത്തിരി ബ്രൗൺ ആകണ്ട, ഇത്രയും മതി. തീ അങ്ങ് ഓഫ് ചെയ്യാം. ഇത് നമുക്ക് ഈ ചട്നിക്കകത്തോട്ടങ്ങ് ഒഴിച്ചാൽ മതി. അപ്പോൾ നമ്മുടെ കാന്താരി ചമ്മന്തി റെഡിയാണ്. ഇത് ഓപ്ഷനിലാണ് കേട്ടോ. കടുക് വറുത്തിടണമെന്ന് ഒരു നിർബന്ധവുമില്ല. അപ്പോൾ ഇനി ഊത്തപ്പം ഉണ്ടാക്കാനായിട്ട് നമുക്കുള്ള മിക്സ്ചർ ഉണ്ടാക്കണം. അത് ചെറുതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞ റെഡ് ഒണിയൻ, സവാള ചെറുതായിട്ട് അരിയണേ. കുത്തി അരിഞ്ഞ പോലെ നമ്മൾ അത് കീറി അരിഞ്ഞാൽ മതി. പിന്നെ ചെറുതായിട്ട് അരിഞ്ഞ പച്ചമുളക്, അത് നമുക്ക് എരി അനുസരിച്ച്, ചെറിയൊരു എരിയുടെ ഫ്ലേവർ നല്ലതാണ്. അതുപോലെ തന്നെ ചെറുതായിട്ട് അരിഞ്ഞ ഒരു തണ്ട് കറിവേപ്പില, ഒരു പൊടി ഉപ്പ്, ഒരു പിഞ്ച്. നമ്മൾ ദോശമാവിനകത്ത് ഉപ്പ് ചേർക്കുന്നതാണ്, എങ്കിലും ഇതിനകത്തൂടെ ഈ ഉള്ളിക്കൂടെ ഉപ്പ് പിടിക്കാനായിട്ട് ഒരു ശകലമേ ചേർക്കാവൂ. ഊത്തപ്പം ഉണ്ടാക്കാനായിട്ടുള്ള ഒണിയൻ മിക്സ്ചർ റെഡിയാണ്. ഇനി നമുക്ക് ദോശമാവും റെഡിയാണല്ലോ. കല്ല് ചൂടാകുന്ന ഉടനെ ഒരല്പം എണ്ണ പുരട്ടാം. മാവ് ഒഴിക്കുമ്പം മാവ് നന്നായിട്ട് കലക്കി വേണം ഒഴിക്കാൻ. അതിലിങ്ങനെ കുഴി വരാൻ തുടങ്ങുന്ന ഉടനെ തന്നെ നമ്മൾ ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉള്ളി ഇടാം. അപ്പോൾ അതിന്മേൽ പിടിക്കണമെങ്കിൽ ഒരു സൈഡ് വേകുന്നതിന് മുമ്പിടണം, ഈ സൈഡ് വേകുന്നതിന് മുമ്പിടണം. ഈ സൈഡ് മുഴുവൻ വേകുന്നതിന് മുമ്പ് നമുക്കിത് തിരിച്ചിടണം. എങ്കിലേ അതിലോട്ട് ഒട്ടിപ്പിടിക്കത്തുള്ളൂ നമ്മൾ വെച്ച ഉള്ളിയൊക്കെ. ഇതിൻ്റെ കൂടെ കാന്താരി ചമ്മന്തിക്ക് ഇഡ്ഡലിൻ കോമ്പിനേഷനാണ്. പിന്നെ ടൊമാറ്റോ ചട്നി, അതുപോലെ ദോശയ്ക്ക് അരയ്ക്കുന്ന നല്ല എരിയുള്ള ചമ്മന്തി. ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ വീഡിയോയ്ക്കകത്ത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. കാന്താരി ചമ്മന്തി ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ഇപ്പം കാണിക്കുന്നുണ്ടല്ലോ. അതുപോലെ തന്നെ മീഡിയം ഫ്ലെയിമിലിട്ട് മാത്രമേ ഇത് ചെയ്യാവൂ. തിരിച്ചിടാം. 2 സൈഡ് നല്ലപോലെ വെന്തുവെന്ന് ഉറപ്പാക്കണം കേട്ടോ. അതുപോലെ ഒരുപാട് കരിഞ്ഞും പോകരുത് ഒണിയനൊക്കെ. ഇത് ഒണിയൻ ഊത്തപ്പം കണ്ടോ. ചട്ടിയെ പിടിക്കാതിരിക്കാൻ മാത്രമേ എണ്ണ തേക്കാവൂ. ഒരുപാട് എണ്ണ തേച്ചാൽ ദോശ നമ്മുടെ ഓടിഞ്ഞു പോരും. അതുപോലെ തന്നെ ദോശ രണ്ടാമത് ഇടുന്നതിന് മുമ്പ് എന്തെങ്കിലും ഇങ്ങനെ ഒക്കെ ഉണ്ടെങ്കിൽ അതങ്ങ് എടുത്ത് കളയണം. മാവ് എപ്പോഴും കലക്കി ഒഴിക്കാൻ ഓർക്കണം. നമുക്ക് തിരിച്ചിടാം. ഒന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്യുന്നത് ആ ഉള്ളിയൊക്കെ അതിലൊന്ന് സ്റ്റിക്കാകാനായിട്ടാണ്. നല്ല മൊരിഞ്ഞ ഒണിയൻ ഊത്തപ്പം റെഡിയാണ്. ഇഷ്ടം പോലെ ഊത്തപ്പം തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ നല്ല കിടില കാന്താരി ചമ്മന്തി. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മറ്റു നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും ഞാൻ എത്തും. ടിൽ ദെൻ ഐ എം സൈനിങ് ഓഫ് ആൻഡ് യു സ്റ്റേ സേഫ്.